Hello everyone, this is the second episode of Free Bird at Ooty. ശരിക്കും ഈ എപ്പിസോഡാണ് ഫസ്റ്റിൽ വരേണ്ടത്. ഈ ഒരു വീഡിയോ അപ്ലോഡ് ഫസ്റ്റ് വരേണ്ട എപ്പിസോഡാണ് ഇത്, ഫസ്റ്റ് വരേണ്ട അപ്ലോഡാണിത്. എങ്കിലും ഹോർട്ടിക്കൾച്ചർ ഗാർഡൻ എന്നുള്ള പുതിയ ഒരു സ്പോട്ടിനെ കുറിച്ചായിരുന്നു ഫസ്റ്റ് എപ്പിസോഡായിട്ട് ഫ്രീ ബേർഡ് അറ്റ് ഊട്ടി എന്ന പേരിൽ അപ്ലോഡ് അല്ലെങ്കിൽ യൂട്യൂബിൽ ഫസ്റ്റ് റിലീസ് ചെയ്തത്. എങ്കിലും അതിനൊരു റീസൺ ഉണ്ട്. ബിക്കോസ് ഊട്ടിയിലേക്ക് പോകുന്ന പല ആളുകൾക്കും അറിയാത്ത ഒരു ന്യൂ സ്പോട്ടായതുകൊണ്ട് മാത്രമാണ് ആ ഒരു വീഡിയോ ഫസ്റ്റ് എപ്പിസോഡായിട്ട് അപ്ലോഡ് ചെയ്തത്. എല്ലാവർക്കും അറിയാം, പുതിയ പുതിയ കാര്യങ്ങളാണല്ലോ അറിയേണ്ടതും. അതുകൊണ്ട് തന്നെ ഈ എപ്പിസോഡ് ഇത് സ്റ്റാർട്ടിങ് ജേണി അല്ലെങ്കിൽ ഞങ്ങളുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതൽ ഓഫ് ടു വയനാട്ടിലേക്ക് തിരിച്ച യാത്ര ഊട്ടിയിലേക്ക് ഡൈവേർട്ടായിപ്പോയി. അതെങ്ങനെയെന്നറിയണ്ടേ? വയനാടിൽ എത്തുമ്പോൾ 9:10 സമയത്ത് വയനാട് പൂക്കോട്ട് ലേക്കിൽ എത്തുമ്പോൾ ഉണ്ടായ അവിടെ അന്വേഷിച്ചപ്പോൾ അവിടെ കിഡ്സിന് മീൻസ് ബിലോ 10 years ഏജ് ആയിട്ടുള്ള കുട്ടികൾക്ക് പ്രവേശനം ഇല്ല എന്ന് അറിഞ്ഞപ്പോൾ അവിടെയുള്ള മറ്റുള്ള സ്പോട്ടുകളിലും എന്താണ് അവസ്ഥ എന്നറിയാൻ വേണ്ടി എൻ്റെ സുഹൃത്തായിട്ടുള്ള ഹെൽത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളിനെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ ഒരുവിധം സ്പോട്ടിലൊക്കെ ഇത് തന്നെ അവസ്ഥ. സോ ജസ്റ്റ് ചേഞ്ച് അവർ ഡിസിഷൻ ആൻഡ് വി സ്റ്റാർട്ടഡ് അവർ ജേർണി ടു ഊട്ടി via Nadugani. So this is the first spot we had, Ripon Tea Estate. Ripon Tea Estate എന്ന് പറഞ്ഞ ഈ ഒരു അടിപൊളി സ്പോട്ട് ശരിക്കും കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. കുട്ടിക്ക് ഭക്ഷണം കൊടുക്കലുമായി അവിടുത്തെ ആളുകളൊക്കെ ആയിട്ടൊന്ന് കമ്പനി ആവലും സംസാരിക്കലൊക്കെ ആയി. കുട്ടിക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞ് അവിടുത്തെ ആളിനോട് അന്വേഷിക്കുമ്പോൾ ആൾ മലപ്പുറക്കാരനാണ്, മലപ്പുറത്തുള്ള മാനേജറാണ്, അവിടെ സെറ്റിൽഡാണ്, വയനാട്ടിൽ കുറേ കാലമായിട്ട് സെറ്റിൽഡ് ആയിട്ടുള്ള ഒരാളാണ്. ആളിനോട് സംസാരിച്ചു. ആളവിടെ പ്രോബ്ലം ഒന്നുമില്ല, നിങ്ങൾ ഭക്ഷണം കൊടുത്തോളൂ എന്നൊക്കെ പറഞ്ഞ് ഭക്ഷണം കൊടുത്തു. എന്തായാലും ഈ ഒരു യാത്ര ഒരു വളരെ രസകരമായിട്ടുള്ളൊരു യാത്രയായിരുന്നു. വൈ? ബിക്കോസ് ഓഫ് ടു വയനാട്ടിലേക്ക് പോയി വയനാട്ടിൽ നിന്ന് ഇവിടെ ഒരു സ്പോട്ട് പോലും കവർ ചെയ്യാൻ പറ്റാതെ ഊട്ടിയിലേക്ക് പോകേണ്ടി വന്നൊരു അവസ്ഥ. അപ്പോൾ അങ്ങനെ വയനാട്ടിൽ നിന്നും ഊട്ടിയിലേക്കുള്ള യാത്രക്കിടയിലാണ് ഈ ഒരു ടീ എസ്റ്റേറ്റിൽ ഫസ്റ്റ് സ്പോട്ടായിട്ട് കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ സ്പോട്ടിൽ നിർത്തിയത്. നല്ല അടിപൊളി സ്പോട്ടാണ് കേട്ടോ. ഫസ്റ്റ് നല്ലൊരു അടിപൊളി ടീ എസ്റ്റേറ്റാണ്. കുറേ പണിക്കാരൊക്കെയുള്ള വളരെ നല്ലൊരു ടീ എസ്റ്റേറ്റാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ റോഡിന് അപ്പുറം കിടക്കുന്ന ടീ എസ്റ്റേറ്റൊക്കെ ഇതേ സെയിം മാനേജ്മെൻറ്റിൻ്റെ അണ്ടറിലുള്ളതാണ്. ആദ്യം മാനേജർ മുതലാളിമാർ അല്ലെങ്കിൽ ബോസ്മാർ വരുന്ന സമയത്ത് ബുദ്ധിമുട്ടാകും എന്ന് പറഞ്ഞെങ്കിലും പക്ഷേ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാനാണെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഞങ്ങൾ അലോ ചെയ്തു. യാത്ര പോകാൻ ഇഷ്ടപ്പെടാത്ത ആളുകൾ ആരും തന്നെ ഉണ്ടാവില്ല എന്നെല്ലാവർക്കും അറിയാം. യാത്ര എന്നുള്ളത് മനസ്സിനെ സന്തോഷിപ്പിക്കാനും മനസ്സിനെ ഏകാഗ്രമാക്കാനും മനസ്സിന് കുളിർമ കിട്ടാനും ഒക്കെയുള്ള ഒരു സംഭവം, വളരെ അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ് ഈ യാത്ര എന്ന് പറയുന്നത്. ഈ യാത്രയിലുടനീളം നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം പല ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ, പല കൾച്ചറുകളുമായിട്ട് ഇടപഴകുമ്പോൾ, പല റോഡുകളിലൂടെ പല വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ അത് കണ്ടിങ്ങനെ യാത്ര ചെയ്യുമ്പോഴുള്ളൊരു ഫീലിംഗ്, അതാണ് യാത്ര. ഒരു സ്പോട്ട് ഫോക്കസ് ചെയ്ത് ആ സ്പോട്ടിൽ ഇറങ്ങി ആ സ്പോട്ടിലുള്ള കാര്യങ്ങൾ കണ്ട് തിരിച്ച് വാഹനത്തിൽ കയറി തിരിച്ചു വരുന്നതല്ല ശരിക്കും യാത്ര എന്ന് പറയുന്നത്. യാത്ര എന്ന് പറയുന്നത് നമ്മൾ പോകുന്ന വഴികളിലുടനീളം എന്തെല്ലാം കാണാനുണ്ടോ, എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ, എന്തെല്ലാം ആളുകളായിട്ടും സംസാരിക്കാനും അവരുടെ കൾച്ചർ അറിയാനും. ഇൻ കേസ് നമ്മൾ വേറൊരു സംസ്ഥാനത്തിലോട്ട് പോകുമ്പോൾ, നമ്മൾ ഇവിടെ ഇൻസൈഡ് കേരളയല്ല വേറൊരു സംസ്ഥാനത്തിലോട്ട് പോകും, ഈവൻ നമ്മൾ ഒരു ജില്ല വിട്ട് മറ്റൊരു ജില്ലയിലേക്ക് പോകുമ്പോൾ വരെ തന്നെ നമുക്കറിയാം പല ആളുകളുടെ സംസാര ശൈലിയും ഫുഡ് ഹാബിറ്റ്സും ഒക്കെ വ്യത്യസ്തമായിരിക്കും. ഈ പോകുന്ന വഴികളിലൊക്കെ പലതരത്തിലുള്ള ഹോട്ടൽസും ഫുഡൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ
നമ്മളെ നാട്ടിൽ കഴിക്കുന്ന പോലെയുള്ള ഫുഡാവില്ല. മറ്റുള്ള ജില്ലക്കാർ അവരുടെ ടേസ്റ്റ് അല്ലെങ്കിൽ അവർ കുക്ക് ചെയ്യുന്ന മെത്തേഡൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ യാത്രയിൽ നിന്ന് അക്വയർ ചെയ്യാനുണ്ട്. യാത്ര എന്നുള്ളത് ഒരു പ്രസ്ഥാനമാണ് എന്നൊക്കെ പറയാമല്ലോ. അതുപോലെയാണ് ശരിക്കും യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അതൊരു വേറെ ഫീലിംഗ് ആണ്. ഞങ്ങളിപ്പോൾ ഓൾമോസ്റ്റ് ഊട്ടിയിലെത്തി. നാടുകാണിയൊക്കെ കഴിഞ്ഞ് ഊട്ടിയിലുള്ള ഫസ്റ്റ് സ്പോട്ടിലാണ്. ഈ സ്പോട്ട് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്താണ്ട് സ്പോട്ട് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും പോകുന്നതിനിടയ്ക്കുള്ളൊരു സ്പോട്ട്, 1-2 സ്പോട്ടൊക്കെ നിർത്തി. ഊട്ടിയിൽ ഏകദേശം ഓൾമോസ്റ്റ് ഊട്ടി ഗൂഡല്ലൂർ കഴിഞ്ഞ് ഗൂഡല്ലൂർ ക്രോസ് ചെയ്തത് ഊട്ടിയിലേക്ക് ഓൺ ദ വേ ആണ്. നല്ലൊരു സ്പോട്ടാണ്, ഫോട്ടോസും കാര്യങ്ങൾക്കൊക്കെ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. പക്ഷേ എങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ കുട്ടികളും ഒക്കെ ഉണ്ടാകുമ്പോൾ മീൻസ് മങ്കീസിൻ്റെ പല ശല്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ശ്രദ്ധിച്ച് അവരൊന്നും വെറുപ്പിക്കാതുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്കങ്ങനെ പോകാൻ പറ്റും. പിന്നെ എല്ലാ ആളുകളും ഈ ചാനൽ കാണുന്ന, ഈ വീഡിയോ കാണുന്ന എല്ലാ ആളുകളും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളിപ്പോൾ നീഡിൽ റോക്ക് ഫസ്റ്റ് സ്പോട്ട്, ഊട്ടിയിലേക്ക് പോകുന്ന വഴിക്കുള്ള ഫസ്റ്റ് സ്പോട്ടിലാണ് നീഡിൽ റോക്ക്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോക്ക് കമൻറ്റ് ചെയ്യുക, മറ്റുള്ള ആളുകളിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. Don't forget to enable the bell icon for getting new updates. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ, ഇതിപ്പോൾ ഫ്രീ ബേർഡ് അറ്റ് ഊട്ടി എന്നുള്ള ഫസ്റ്റ് എപ്പിസോഡിന് ശേഷം സെക്കൻഡ് എപ്പിസോഡാണിത്. ഈ സെക്കൻഡ് എപ്പിസോഡ് കഴിഞ്ഞിട്ട് തേർഡ് എപ്പിസോഡ് ജംഗിൾ സഫാരി ഉടൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ പുതിയ വീഡിയോസും പുതിയ അപ്ലോഡ്സും വരുന്നത് മിസ് ചെയ്യാതിരിക്കാൻ നിങ്ങൾ ബെൽ ഐക്കൺ ഇനാബിൾ ചെയ്യാനും മറക്കരുത്. വെറും സബ്സ്ക്രിപ്ഷൻ മാത്രം പോരാ, പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ഓൾസോ. സോ നീഡിൽ റോക്ക് എന്നുള്ള ഈ ഒരു സ്പോട്ട് പോകുമ്പം വളരെ നല്ലൊരു സമയമാണ് നമ്മൾ ഈ സ്പോട്ടിലേക്ക് പോകുമ്പോൾ സെലക്ട് ചെയ്യേണ്ടത്. ഞങ്ങളവിടെ എത്തിയത് നല്ലൊരു ഈവനിങ് ആയിരുന്നു. ഓൾമോസ്റ്റ് 5:50, 5:30 സംവാട്ട് അങ്ങനെയുള്ളൊരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പും നല്ല കോടയും ഉള്ള സമയമായിരുന്നു. നല്ല കോടയുള്ളൊരു സമയമാണ്. ഇവിടുന്ന് പോരുമ്പോഴേക്ക് കോടയൊക്കെ ആകെയായിട്ട് മൂടിയിട്ട് കവർ ചെയ്ത് നല്ലൊരു ഫീലിംഗ്. മേഘത്തെയൊക്കെ നമുക്ക് കൈകൊണ്ട് തൊടുന്ന പോലെ നമ്മളടുത്ത് കാണാൻ പറ്റുന്നൊരു സമയമാണ് ഈവനിങ്. നല്ലൊരു സ്പോട്ടാണ്. നമുക്ക് കുറേ മെയിൻ റോഡിൽ നിന്നും കുറച്ചങ്ങോട്ട് ഒന്ന് റിലാക്സ് ആവാൻ നടക്കാനുണ്ട്. നീഡിൽ റോക്ക് മെയിൻ വ്യൂ പോയിൻറ്റിലേക്ക് കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട്. ഈ നടന്ന് അങ്ങോട്ട് എത്തുമ്പോഴേക്കും നമുക്ക് മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആയി നേച്ചറുമായിട്ടൊന്ന് ഏട്ടപഴകി നാച്ചുറുമായിട്ടുള്ള ഒരു ഐ കോണ്ടാക്ട് എല്ലാ മേഖലകളിലേക്കും, നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ മേഖലകളിലേക്കുള്ളൊരു ഐ കോണ്ടാക്റ്റ് നമുക്ക് കിട്ടും. വളരെ റിലാക്സ് മീൻസ് നമുക്ക് നല്ല റിലാക്സ് ആവാൻ പറ്റിയ ഒരു സ്പോട്ടാണ് ഈ നീഡിൽ റോക്ക് എന്ന് പറയുന്നത്. അടിപൊളി സ്ഥലമാണ്. ഈ വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, ലാസ്റ്റ് വരെ. ഈച്ച് ആൻഡ് എവറി മൊമെൻറ്റ്സ്, എല്ലാ നിമിഷങ്ങളും അതുപോലെ തന്നെ എല്ലാം. കൂടുതൽ ഇത് ടൂറിസ്റ്റ് സ്പോട്ടുകളാവില്ല. ഇതിലധികം പോകുന്ന വഴിക്കുള്ള പല സ്ഥലങ്ങളുമായിരിക്കും, പോകുന്ന വഴിക്കുള്ള വ്യൂ പോയിൻറ്റ്സുകളായിരിക്കും കൂടുതലുണ്ടാവുക. വെറും ആർട്ടിഫിഷ്യലായിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടിനെക്കാട്ടും നമുക്ക് നമ്മുടെ മൈൻഡിനൊക്കെ കൂൾ അല്ലെങ്കിൽ റിലാക്സേഷൻ അല്ലെങ്കിൽ ഒരു ഫീലിംഗ് കിട്ടുന്നത് ഇതുപോലത്തെ സ്പോട്ടുകളായിരിക്കും. അതാണ് ഇങ്ങനത്തെ നാച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക്, നാച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഏറ്റവും നല്ലൊരു സംഭവം എന്ന് പറയുന്നത്, നമുക്ക് കിട്ടാൻ പറ്റുന്ന, കാണാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്പോട്ടുകൾ ഇതുപോലത്തെ വ്യൂ പോയിൻറ്റ്സ് ആണ്. പ്രകൃതി കരുതി വെച്ച സ്ഥലങ്ങൾ. നമ്മൾ ഓരോ സ്പോട്ട്സ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ടുള്ളെങ്കിൽ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ച അല്ലെങ്കിൽ ഉണ്ടാക്കി വെച്ച നിർമ്മിതികളിലേക്ക് പോകുന്നതിനെക്കാട്ടും നല്ലത് ഇതുപോലെ ഉണ്ടാക്കി വെച്ച പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ കിട്ടുന്ന ഫീലിങ്ങും മറ്റേതും രണ്ടാണ്. സോ ഡോണ്ട് ഫോർഗെറ്റ് ടു സ്പെൻഡ് യുവർ മച്ച് ടൈം ലൈക്ക് ദിസ് പ്ലേസ്. ഓക്കെ.
നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും, മേഘമൊക്കെ അടുത്തിങ്ങനെ നമ്മളുടെ കണ്ണിന് നമ്മളുടെ അതേ ഹൈറ്റിൽ ഇങ്ങനെ മേഘത്തൊക്കെ കണ്ട് കോട ഇറങ്ങി കോടൊക്കെ ഇങ്ങനെ പോകുന്നത് മൂടി വരുന്നതൊക്കെ നമുക്ക് ഇങ്ങനെ അവിടെ നിന്നിട്ട് കാണാൻ പറ്റും. അതാണ് ഈ നീഡിൽ റോക്ക് എന്ന സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. നല്ല അടിപൊളി സ്ഥലമാണ്. നീഡിൽ റോക്കിൽ നിന്ന് തിരിച്ച് പോവുകയാണ്. തിരിച്ച് പോയിട്ട് ഇനി റൂം എടുത്തിട്ട് ഫ്രഷായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായിട്ട് ഉറങ്ങണം. എന്തായാലും ഊട്ടിയിലെത്തുമ്പോഴേക്ക് 8:30 9 o'clock ഓൾമോസ്റ്റ് 8:30 ആകും. അപ്പോൾ ഇനി വേറൊരു സ്പോട്ട് കവർ ചെയ്യാൻ പറ്റില്ല. ഇവിടുന്ന് പോകുമ്പോഴേക്ക് ഇവിടുന്ന് ഷൂട്ടിംഗ് പോയിൻ്റ് എത്തുമ്പോഴേക്ക് എന്തായാലും ഷൂട്ടിംഗ് പോയിൻ്റ് 5 മണി 5:30 ആകുമ്പോഴേക്ക് ഷൂട്ടിംഗ് പോയിൻ്റ് ക്ലോസ് ചെയ്യും. അപ്പോൾ അത് കവർ ചെയ്യാൻ പറ്റില്ല. സോ ദിസ് ഈസ് ദ ലാസ്റ്റ് സ്പോട്ട് ഓഫ് ടുഡേ. ഇനി നെക്സ്റ്റ് ഇത് അടുത്ത ദിവസത്തെ സ്പോട്ട് ബോട്ട് ഹൗസ്. ഫസ്റ്റ് ഭക്ഷണമൊക്കെ കഴിച്ച് ഫ്രഷായി ഭക്ഷണമൊക്കെ കഴിച്ച് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഫസ്റ്റ് പോയത് ബോട്ട് ഹൗസിലേക്കാണ്. ബോട്ട് ഹൗസിൽ പല തരത്തിലുള്ള പല രീതിയിലുള്ള ബോട്ടിംഗ് അവൈലബിൾ ആണ്. പെഡൽ ബോട്ട്, അതുപോലെ തുഴക്കാരനെ വെച്ചുള്ള ബോട്ട്, അതുപോലെ എൻജിൻ ബോട്ടും പല രീതിയിലും ആണ് റേറ്റ്. പിന്നെ അവിടെ ഉള്ളത് ടോയ് ട്രെയിനാണ്. ടോയ് ട്രെയിനാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ടോയ് ട്രെയിൻ അങ്ങോട്ട് കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ കുട്ടികൾക്ക് സേഫ്റ്റി, നമ്മൾ ബോട്ടിലൊക്കെ പോകുമ്പോൾ ചെറിയൊരു പ്രശ്നങ്ങളുണ്ടായാൽ അപ്പോൾ അതുകൊണ്ട് സേഫ്റ്റി വിചാരിച്ച് കുട്ടികൾക്കൊന്നും കൂടെ നല്ലത് ടോയ് ട്രെയിനാണെന്ന് വെച്ച് ടോയ് ട്രെയിനാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ടോയ് ട്രെയിനിലുള്ളൊരു ചെറിയ യാത്ര, തിരിച്ച് ബോട്ട് ഹൗസിലൊക്കെ ഒന്ന് കറങ്ങി അടുത്ത സ്ഥലത്തേക്ക് പോകണം.
യെസ്, ബോട്ട് ഹൗസിൽ നിന്ന് ഇനി അടുത്ത സ്ഥലത്തേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. തൊട്ടപ്പെട്ട പീക്ക്. തൊട്ടപ്പെട്ട പീക്കിലും ഇന്നലെ പോയ പോലെ നീഡിൽ റോക്കിൽ പോകുന്ന ഏകദേശം അതേ സമയത്താണ് തൊട്ടപ്പെട്ട പീക്കിലേക്ക് നമ്മൾ പോകുമ്പോൾ ടൈം സെലക്ട് ചെയ്യേണ്ടത്. സെലക്റ്റീവായിട്ടുള്ള ടൈം അല്ലെങ്കിൽ നമുക്കിതുപോലത്തെ നാച്ചുറൽ സ്പോട്ടുകൾക്ക് അതിൻ്റെ ഫീലിംഗ് കിട്ടാതായി പോകും എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇവിടെയും ഞങ്ങൾ എത്തിയത് ഏകദേശം ഒരു 4:30 5:30 ഇൻ ബിറ്റ്വീൻ ആണ്. അടിപൊളി ക്ലൈമാറ്റായിരുന്നു. നല്ല കോടയൊക്കെ ഇറങ്ങി, നല്ല മൂടിയ കോടയൊക്കെ ഇങ്ങനെ മൂടുന്നത് ഇങ്ങനെ വരുന്നത് കാണാൻ പറ്റുന്ന ഒരു സമയമായിരുന്നു. സോ ഇങ്ങനത്തെ സ്ഥലങ്ങൾ ആര് പോവുകയാണെങ്കിലും സെലക്ട് ചെയ്യുന്ന ടൈമാണ് പ്രധാനം. നട്ടുച്ചക്കോ അല്ലെങ്കിൽ മോർണിംഗ് ഒരു 10-10:30 സമയത്തോ ഒന്നും ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് പോയിട്ട് അതിൻ്റെ ഒരു ഫീലിംഗ് കിട്ടില്ല. ജസ്റ്റ് പോയിട്ട് തിരിച്ച് പോരാനേ പറ്റുള്ളൂ. ഏത് സ്പോട്ടിലേക്കും പറഞ്ഞ പോലെ നമ്മൾ നാച്ചുറലായിട്ടുള്ള ഇതുപോലത്തെ സ്പോട്ടിലേക്ക് പീക്കായിട്ടില്ലെങ്കിൽ വ്യൂ പോയിൻറ്റുകളൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏത് ടൂറിസ്റ്റും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, മുഖ്യമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അവിടേക്ക് എത്തിപ്പെടുന്ന സമയം എന്നുള്ളതാണ്. ആ സമയത്ത് എത്തിപ്പെട്ടാൽ, അത് ആപ്റ്റായിട്ടുള്ള സമയം സെലക്ട് ചെയ്ത് അവിടേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ഫീലിംഗ് മീൻസ് അതുകൊണ്ട് എന്താണ് ആ ഒരു സ്ഥലം, എന്താണ് ആ സ്ഥലം എന്തുകൊണ്ടൊരു ടൂറിസ്റ്റ് സ്പോട്ടായി എന്നതിനുള്ള ഒരു മീനിങ്, എന്നതിനുള്ള ഒരു അർത്ഥം നമുക്ക് കിട്ടുള്ളൂ ആ ഒരു സമയത്ത് പോയി കഴിഞ്ഞാൽ. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ജസ്റ്റ് ഇതെന്ത് സ്ഥലമാണ് എന്നുള്ളൊരു ഫീലിംഗ് ആയിരിക്കും. ഇത് എന്തിനാണ് ഇങ്ങനെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് നമ്മൾ അത്രയും കിലോമീറ്റർ ഓടി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് എന്താണ് ഇവിടെ കാണാനുള്ളത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉരുത്തിരിഞ്ഞ് വരും നമ്മളുടെ മനസ്സിൽ. സോ ബി സെലക്റ്റീവ് when you are selecting, when you are opting your sport. Select your time. That is major part of tourist sport, especially natural sports.
ഇനി ദൊഡ്ഡപ്പെട്ട പീക്കിൽ നിന്നും തിരിച്ചുള്ള യാത്രയാണ്. തിരിച്ചിനി പ്ലാൻ ഉള്ളത് ചോക്ലേറ്റ് ആൻഡ് ടീ ഫാക്ടറിയാണ്. ചോക്ലേറ്റ് ആൻഡ് ടീ ഫാക്ടറിയിൽ എത്തി. ചോക്ലേറ്റ് ആൻഡ് ടീ ഫാക്ടറിയിൽ വലിയ തിരക്കൊന്നുമില്ല, വളരെ ലേറ്റായിട്ടാണ് എത്തിയത്, ആളുകളൊക്കെ വളരെ കുറവാണ്. ചോക്ലേറ്റ് ആൻഡ് ടീ ഫാക്ടറി കഴിഞ്ഞാൽ നേരെ നമ്മൾ പോകുന്നത് കൂടല്ലൂരിലേക്കാണ്. ഇനി അടുത്ത ദിവസം ബന്ദിപ്പൂർ ടൈഗർ റിസർവിലുള്ള ജംഗിൾ സഫാരിയാണ് പ്ലാൻ. അപ്പോൾ ഈ ജംഗിൾ സഫാരിയും കൂടെ കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വരും. ഈ ജംഗിൾ സഫാരി നെക്സ്റ്റ് എപ്പിസോഡിൽ ജംഗിൾ സഫാരിയാണ്. മാക്സിമം എല്ലാവരും ഈ വീഡിയോ അവസാനമായി കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യണം. ജംഗിൾ സഫാരി അടുത്ത എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. സോ ബി ട്യൂൺഡ് ഓൺ Danceless Infotainment. So you can expect more videos like this. Tour especially might be related to traveling, might be related to classes, as well as your personality improvement programs also in future. So don't forget to subscribe this channel, Danceless Infotainment. Thank you for watching. Have a great day.